ഉമ്മമാരുടെ ഭാഗത്തേക്ക് ഉണ്ടാക്കി തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 വയസ്സുള്ളതായിരിക്കുന്ന പെണ്ണുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ആഴത്തിന് മുമ്പ് നമ്മൾ ചെറിയൊരു സംഭവം പറഞ്ഞിരുന്നതായിരിക്കാം. 10 വയസ്സുള്ളതായിരിക്കുന്ന പൊന്നുമോന, നമ്മുടെ മാലിക്കത്തൊക്കെ ചെറിയ പ്രായത്തിലുള്ള ആ പൊന്നുമോൻ, സമർഗന്ധുള്ളതായിരിക്കുന്ന ആ മകനാണ്. സമർഗന്ധുള്ളതായിരിക്കുന്ന 10 വയസ്സുള്ളതായിരിക്കുന്ന പൊന്നുമോന് 2 കാലും അള്ളാഹു ദുനിയാവിൽ കൊടുത്തിട്ടില്ല. ആ 2 കാല് കൊണ്ട് നടന്നിട്ട് അവരുടേതായിരിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനത്തതായിരിക്കുന്ന 10 വയസ്സുള്ളതായിരിക്കുന്ന പൊന്നുമോന് 8 മാസത്തോളം വഴി താണ്ടിയിട്ട് വേണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്താൻ. ആ എത്തണമെങ്കിൽ അദ്ദേഹത്തിന് ആ ചെറിയ പൊന്നുമോൾക്ക് 2 കാലം അല്ലാഹു ദുനിയാവിൽ കൊടുത്തിട്ടില്ല. ആ മകന് സമർഗന്ധയിൽ നിന്നുകൊണ്ട് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് ഒറ്റ ദുആയാണ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എനിക്ക് മദീനയിലേക്ക് വരണം, അങ്ങയുടെ ചാരത്ത് വന്നുകൊണ്ട് ഒരു സലാം പറയണം, അവിടുത്തേതായിരിക്കുന്ന ഹദറത്തിൽ വന്നുകൊണ്ട് ഒരു ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സമർഗന്ധുള്ളതായിരിക്കുന്ന 10 വയസ്സുള്ളതായിരിക്കുന്ന കാലില്ലാത്തതായിരിക്കുന്ന പൊന്നുമോൻ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഒറ്റ ദുആയാൽ ഒറ്റ തേട്ടമാണ്, റബ്ബേ എന്നെ നീ മദീനയിൽ എത്തിക്കണേ റബ്ബേ, മദീനയിൽ എത്തിക്കാതെ എന്നെ നീ ദുനിയാവിൽ മാറ്റല്ല റബ്ബേ, ഞാൻ വല്ലാതെ കൊതിക്കുന്നു റബ്ബേ. പക്ഷേ 2 കാലില്ല പൊന്നുപോലും ശേഷിയില്ലാത്തതായ പൊന്നുപോൽ അവിടുന്ന് സമർഗന്ധയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞപ്പോ ആ പൊന്നുപോൽ ചെയ്തതറിയുമോ? ആ പൊന്നുപോൽ ചെയ്തതെന്താ? ആ കാലിന് ശേഷിയില്ലാത്ത പൊന്നുപോല് കുന്നുകളും കുഴികളും അതേപോലെ മലകളും താണ്ടിയിട്ട് കല്ലുകളും കുഴികളും താണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്നതായ മദീനത്തുൽ മുനവ്വറയിലേക്ക് അതാ എഴഞ്ഞെഴഞ്ഞ് നീങ്ങുകയാ. നടന്നിട്ട് പോകാൻ പൊന്നുപോലും സാധ്യമല്ല, വണ്ടിയിൽ കയറി പോകാൻ കാശില്ല, കൂടെ കൊണ്ടുപോകാൻ വാപ്പയില്ല, കൂടെ കൊണ്ട് നടക്കാൻ സഹോദരങ്ങളില്ല. അങ്ങനത്തായിരിക്കുന്ന 10 വയസ്സുള്ള പൊന്നുപോലെ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബിയേ റബ്ബിയേ, അവിടുത്തെ ചാരത്തെത്തുന്നതിന് മുമ്പേ ആയിക്കൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയിപ്പിക്കല്ല നബിയേ. അങ്ങനെ 10 മാസത്തോളം കുന്നുകളും കുഴികളും താണ്ടി കല്ലുകളും മുള്ളുകളും താണ്ടിയിട്ട് ആ 10 വയസ്സുള്ള പൊന്നുപോലെ മദീനയുടെ ബോർഡറിലെത്തുന്നു. ആ മദീനയുടെ ബോർഡറിലെത്തിയിട്ട് അവിടെ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ 10 മാസത്തോളം ഞാൻ അഴിഞ്ഞഴിഞ്ഞു വന്നു, എന്റെ കാല് പൊട്ടി നബിയേ, എന്റെ ചന്തി പൊട്ടി നബിയേ, എന്റേതായിരിക്കുന്ന അവയവങ്ങളൊക്കെ പൊട്ടിയിട്ട് ചോര വരുന്നു നബിയേ. 10 മാസം ഞാനതാ കഷ്ടപ്പെട്ടിട്ട് അങ്ങയുടെ ചാരത്ത് വന്നിട്ട് ഒരു സലാം പറയാൻ പറ്റാതെ ഞാനെങ്ങാനും മരിച്ചു പോകോ നബിയേ. എന്താണ് ആ പൊന്നുമോന്റെ വേദന? മദീനയുടെ ബോർഡറിലെത്തി 10 മാസത്തോടെ ഇഴഞ്ഞഴിഞ്ഞ് നടന്ന പൊന്നുമോന് സുബ്ഹാനല്ലാഹ് ആ മദീനയിൽ വെച്ചുകൊണ്ട് ബോർഡറിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നു, അനീസീന്ത വഅദത്തി വജലീസീന്ത ഖുർബത്തി. ആ പൊന്നുമോൻ റസൂലുള്ളാഹിനെ വിളിച്ചു, യാ റസൂലല്ലാഹ്
എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. ആ പൊന്നുമോൻ വിളിച്ചു പറഞ്ഞിട്ട് ആ മണ്ണെടുത്തിട്ട് ആ സ്ഥലത്ത് പൊട്ടിയതായിരിക്കുന്ന മുറിയിൽ, പൊട്ടിയൊടിച്ചോടി ചേർന്നിരിക്കുന്ന മുറിയിൽ മദീനയിലെ മണ്ണെടുത്ത് തേച്ചിട്ട് ആ പൊന്നുമോന്റെ മുറി ഉണക്കിയിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് പിന്നെയും എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ആ റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയിട്ട് എഴഞ്ഞഴിഞ്ഞു പോയിട്ട് റസൂലുള്ളാഹിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടുന്ന് മനാമിൽ കൂടെ കാണുന്നു. ആ പൊന്നുമോനോട് ചോദിക്കുന്നു, മോനെ നീ എന്താണോ നിനക്ക് വേണ്ടത്? അവിടുന്ന് പറഞ്ഞു, നബിയേ എനിക്കൊന്നും വേണ്ട നബിയേ, അങ്ങയൊന്ന് കാണാനുള്ള മോഹം കൊണ്ട് വന്നതാണ് നബിയേ, എനിക്ക് ദുനിയാവിനി വേണ്ട നബിയേ, എന്നെ ഈ സെക്കൻഡിൽ വെച്ച് തന്നെ മരിപ്പിക്കണേ നബിയേ എന്ന് ആ പുണ്യമോൻ അവിടെ ദുആ ചെയ്യുന്നു. ആ പുണ്യമോൻ റസൂലുള്ളാഹിന്റെ ചാരത്തുനിന്ന് ദുആ ചെയ്തതിന്റെ ഫലം ഉടനെ തന്നെ കാണുകയാണ്. ആ മകനതാ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, എനിക്ക് ദുനിയാവ് വേണ്ട, എനിക്ക് ദുനിയാവത്തൊന്നും വേണ്ട, തിരിച്ചു പോകാൻ എനിക്ക് ഇടമില്ല, തിരിച്ചു പോകാൻ എനിക്ക് സ്ഥലമില്ല, അതുകൊണ്ട് എന്നെ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ഖബൂൽ ചെയ്തിട്ട് ആ പൊന്നുമോനത മരണപ്പെട്ടു പോയി. ആ മകന്റെ മജ്‌ലിസ്, ആ മകന്റെ ബറക്കത്തുകൊണ്ട് ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റബ്ബേ. ഈ കൂടിയവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും റസൂലുള്ളാഹിന്റെ ചാരത്ത് പോയിട്ട് ഒരു സലാം പറയാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ റബ്ബേ. നമുക്ക് ദുആയിലേക്ക് കടക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി الذي أنعم علينا وهدانا إلى دين الإسلام حمدا كثيرا طيبا مباركا جزيلا دائما بدوام ملك الله حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد السابق للخلق نورا وعلى آله وأصحابه وأزواجه وأولاده وأهل بيته أجمعين يا رب العالمين. أرحم الراحمين يا الملك الجبار يا രാജാതിരാജന റബ്ബേ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈ സമയം വരെയും വഫാത്തായ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളുടെ ഹദറുകളിലേക്കും അല്ലാഹുവേ ഇതിന്റെ മിസ്ൽ സവാബ് നീ എത്തിക്കണേ റബ്ബേ. അല്ലാഹുവേ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പലവരുടെയും ഉമ്മമാര് ഖബറിലാണ് റബ്ബേ, ഉപ്പമാര് ഖബറിലാണ് റബ്ബേ, വേണ്ടപ്പെട്ടവര് ഖബറിലാണ് റബ്ബേ, ഭാര്യമാര് ഖബറിലാണ് റബ്ബേ, മക്കള് ഖബറിലുള്ളവരുണ്ട് റബ്ബേ. പടച്ചവനെ ഞങ്ങളുടെ അയൽവാസികളായ പലവരും ഖബറിലാണ് റബ്ബേ. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ പോറ്റി വളർത്തിയ പലവരും ഖബറിലാണ് റബ്ബേ. സഹായിച്ച പലവരും ഖബറിലാണ് റബ്ബേ. പഠിപ്പിച്ചു തന്നവര് ഖബറിലാണ് റബ്ബേ. ഭക്ഷണം തന്നവര് ഖബറിലാണ് റബ്ബേ. ആഖിറ നീ വെളിച്ചമാക്കണേ റബ്ബേ. മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റബ്ബേ. പാപങ്ങൾ പുറത്തു കൊടുക്കണേ റബ്ബേ. ഹിസാബ് എളുപ്പമാക്കണേ റബ്ബേ. നരകത്തിന്റെ കവാട നീ കൊട്ടി അടയ്ക്കണേ റബ്ബേ. സ്വർഗ്ഗത്തിന്റെ കവാട അവർക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്ന ഉപ്പമാരുണ്ട് റബ്ബേ, ഉമ്മമാരുണ്ട് റബ്ബേ, ഭാര്യ മക്കളുണ്ട് റബ്ബേ, കൂടെ പറപ്പിനിങ്ങളുണ്ട് റബ്ബേ. പലതും ഇടതുമായും താങ്ങുന്നവരുമായി കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ തങ്ങന്മാരുണ്ട്, കാലിമീങ്ങളുണ്ട്, ഉപ്പമാരുണ്ട്, മോശമാരുണ്ട്, മറ്റുള്ളവരുണ്ട്. പടച്ചവനെ തിരിച്ചൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല റബ്ബേ. അവർക്ക് ആയുസ് കൂട്ടി കൊടുക്കണേ റബ്ബേ. അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ. വാപ്പയുണ്ടെങ്കിൽ
കെട്ടിപ്പിടിച്ചുയർത്തിയപ്പോ സുബ്ഹാനല്ലാഹ് എന്റെ പതറിച്ച പോയി റബ്ബേ. അതുപോലെ എന്റെ കൂടെ നിന്നവരും അതാ മൊയ്നുദ്ദീൻ തങ്ങളും അതേപോലെ അക്സൽ ഉസ്താദും മറ്റുള്ളവരും അതാ എന്റെ കൂടെ ഒപ്പം നിന്നിട്ട് സുബ്ഹാനല്ലാഹ് തങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്, റബ്ബല്ലേ ഇതൊക്കെ നിശ്ചയിക്കുന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്ത് തരുന്നവരാണ് റബ്ബേ. കൈ ഒഴിയല്ല റബ്ബേ. ഞങ്ങൾ ആര് സഹായിച്ചിട്ടുണ്ടോ അവരെ നീ കൈ ഒഴിയല്ലേ റബ്ബേ. അവരെ സഹായിക്കണം റബ്ബേ. പഠിച്ചവരെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു റബ്ബേ. സുബ്ഹാനല്ലാഹ് ഒരു പേരുടെ പണി പൂർത്തിയാകാതെ വളരെ വിഷമത്തോടെ ഞാൻ കിടന്നപ്പോ അള്ളാഹ് എനിക്ക് 3 പെൺകുട്ടികളെ തന്നിട്ടുണ്ട്, ഒരാൺകുട്ടീനെ തന്നിട്ടുണ്ട്. പക്ഷേ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോ അതാ ഞാൻ പഠിപ്പിച്ച ജബ്ബാറിന്റെ വാപ്പ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അതാ മച്ചാവെന്നുകൊണ്ട് പറഞ്ഞു, മോനെ നീ എന്തിനു വിഷമിക്കണോ, അനക്ക് വേണ്ട ഓടും കഴിപ്പോലും പട്ടികയും ഞാൻ തരാം മോനെ. ആ വീടുണ്ടാക്കിയിട്ട് സ്കൂള് വരെ പോലത്തെ ഒരു വീടുണ്ടാക്കിയിട്ട് 4 വർഷത്തോളം ഞാൻ ഇവന്റെ പൊന്നുമക്കളും അതിൽ കിടന്നിട്ടുണ്ട് റബ്ബേ. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന പൊന്നുമോനെ എന്റെ വീടെന്ന് കാണാൻ വേണ്ടി വന്നപ്പോ സുബ്ഹാനല്ലാഹ് കട്ടില് പണിയില്ല റബ്ബേ. പണി നടക്കുകയാണ്. ആ മകനെടുത്ത വൈകതാ പറഞ്ഞു, ഉസ്താദ് ഭയപ്പെടണ്ട, എനിക്കും തന്ന ബറക്കത്ത് നിന്നിട്ടുണ്ട്, അതുകൊണ്ട് കട്ടില് മാറ്റിക്കോ ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലും സഹായിച്ച പൊന്നുമോനാ. നീ ബറക്കത്തുകൾ കൊടുക്കണേ റബ്ബേ, ഹൈറ് കൊടുക്കണം അല്ലാഹ്. പഠിച്ചവരെ ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ഹൈറ് കൊടുക്കണേ റബ്ബേ, ബറക്കത്ത് കൊടുക്കണം റബ്ബേ. അവർ പഠിപ്പിക്കുന്ന മക്കളെ നീ ആലിമീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളാക്കണം റബ്ബേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ഉപകാരം തരണേ റബ്ബേ. ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റില്ല റബ്ബേ. കഞ്ചാവിന്റെ അടിമകളാ സുബ്ഹാനല്ലാഹ്, കള്ളുകുടിയന്മാരാണ്. എത്ര ചെറുപ്പക്കാരാ 15-16 വയസ്സുള്ള പൊന്നുമക്കൾ സുബ്ഹാനല്ലാഹ് എംഡിഎമ്മും കഴിച്ചിട്ട് അതുപോലെ വൃത്തികേടുകൾ ചെയ്തിട്ട് നടക്കുന്നു റബ്ബേ. അവരുടെ ഉമ്മമാര് അവർ അമ്മമാര് വന്നുകൊണ്ട് ഞങ്ങളോട് വേദനകൾ പറയുന്നു റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് നന്നാക്കണം റബ്ബേ. പഠിച്ചവരെ അബ്ദുറഹ്മാന്റെ മകളാരി അടക്കം പലവരും ഗർഭവതികളാണ് റബ്ബേ. പ്രസവതി സന്തോഷമാക്കണേ റബ്ബേ. പ്രസവിച്ചിട്ട് കുട്ടീനെ അതാ ഭർത്താവായ അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പൊന്നുമോനെ നോക്കണേ ഇക്കാന്ന് പറഞ്ഞിട്ട് ഭാര്യ ഖബറിലേക്ക് അതാ പോകേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ. ആരൊക്കെ ഗർഭവതികളുണ്ടോ അവരുടെയൊക്കെ പ്രസവതി സന്തോഷമാക്കണേ റബ്ബേ. പഠിച്ചവരെയാണ് മൊയ്നുദ്ദീൻ തങ്ങൾക്ക് 2 പെൺകുട്ടികളാണ് റബ്ബേ. ഒരു ആൺകുട്ടീനെ കൊടുക്കണേ റബ്ബേ. അവരുടെ വാപ്പ ഖബറിലാണ് റബ്ബേ. ഖബർ സന്തോഷമാക്കണം റബ്ബേ. 5-6 പ്രവർത്തകന്മാരാണ് എന്റെ കൂടെ നടക്കുന്നത് റബ്ബേ. ഒരു മടിയില്ലാതെയാ എന്റെ കൂടെ അവർ നടക്കുന്നത്. ഞങ്ങൾക്ക് നമ്മ മജ്‌ലിസുൽ മദീനയിൽ പ്രവർത്തിക്കുന്നത് എന്റെ ചോര പഴപ്പുകളാണ് റബ്ബേ. പഠിച്ചവരെ സ്വന്തം അനിയന്മാരെ കാണും, അതുപോലെ കൂടപ്പറപ്പികളെ കാണും. അവരെന്നെ വല്ലാതെ പ്രിയം വെക്കുന്നവരാണ് റബ്ബേ. ഈ കാണുന്ന തണ്ടും തടി മാത്രമാണ് എനിക്കുള്ളത്. ശരിക്കും നാങ്ങി നടക്കാൻ പോലും എനിക്ക് വയ്യാത്തവനാണ്. വലത് കൈ പൊന്താൻ വയ്യാത്തവനാണ്. അങ്ങനെ പലതുള്ളവരാണ്. പക്ഷേ ഞാൻ തളരാത്തിന്റെ ഉമ്മെന്നലിയും എന്നുള്ളതാ എന്റെ ഭാര്യയും ഉമ്മയും പറഞ്ഞതുപോലെ ആ തങ്ങളും വാങ്ങലിയും മറ്റുള്ളവരും എന്റെ അമ്മോശനും മറ്റുള്ളവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നീ രക്ഷപ്പെട്ട് നടക്കുന്നത്.
നീയില്ലാത്തതിന്റെ ക്ഷീണം, നിനക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ വിഷമം അവരെന്നെ അറിയിക്കുന്നില്ലല്ലോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കുമ്പോ, സമാശ്വാസവാക്കുകൾ പറയുമ്പോ തിരിച്ചെനിക്കൊന്നും കൊടുക്കാൻ അവർക്കില്ല റബ്ബേ. 3-4 വർഷമായി അവരുടെ കൂടെ അബൂതാലിബ് അടക്കമുള്ളവരുടെ കൂടെ ആയിട്ട് പോയവർ തിരിച്ചു വന്നവരൊക്കെ ഉണ്ട്. റബ്ബേ ബർക്കത്ത് കൊടുക്കണം. തിരിച്ചു കൊടുക്കാൻ എനിക്കത് മാത്രമാണ്, തിരിച്ചു കൊടുക്കാനുള്ളത് മാത്രമാണ്. നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഇൽമു ഉപകാരപ്പെടുത്തണേ അല്ലാഹ്, ഖൈറുള്ളവരാക്കണേ അല്ലാഹ്, അന്തസ്സോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നഷ്ടപ്പെടുത്തല്ലേ അല്ലാഹ്, അഭിമാനത്തിൽ കോട്ടം വരുത്തല്ലേ റബ്ബേ. പഠിച്ചവനെ ഞങ്ങൾ ആര് നാണം കെടുത്തിയാലും, ഞങ്ങൾ ആരും മാനസികമായി തളർത്തിയാലും ഞങ്ങൾക്ക് അവരോടൊരു വിരോധവും ഇല്ല റബ്ബേ. എന്നെ കുറിച്ച്, ഞങ്ങളെ കുറിച്ച്, ഞങ്ങളുടെ വളപ്പിനെ കുറിച്ചും പലവരോടും പലവരും പറഞ്ഞിട്ട് ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ പറഞ്ഞവരുടെ പേരുകൾ ഞങ്ങൾ പറയുന്നില്ല. നാവ് പുഴുത്തു പോകണ്ട കേട്ടോ, നാവ് പുഴുത്തു പോകണ്ട കേട്ടോ. ഖത്താബ് തങ്ങൾ രാത്രിയായ സമയത്ത് ഒരു വീഴായിവാസിയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അവിടുന്ന് ഇങ്ങനെ സിനിമ പാട്ട് ഇങ്ങനെ പാടുകയാ, സുന്ദരമായ പാട്ട് ഇങ്ങനെ പാടുമ്പോ ആ ഉമർ ഖത്താബ് തങ്ങൾ വേലി ചാടിയിട്ട് ആ വീട്ടിലേക്ക് കടന്നു. മക്കള് ആ വീട്ടുകാരനോട് ചോദിച്ചില്ല, വളപ്പെടുക്കുമ്പോ ചോദിച്ചില്ല, അല്ലെങ്കിൽ മാന്തുമ്പോ ചോദിച്ചില്ല, മറ്റുള്ളതാ ചോദിച്ചിട്ടില്ല. പക്ഷേ ഉമർ ഖത്താബ് തങ്ങൾ കേറിയിട്ട് ആ പാട്ടും കേട്ട് അങ്ങനെ ആസ്വദിച്ചു നിന്നു. പഠിച്ചവനെ ആരായി പാട്ട് പാടുന്നത്? രാത്രിയിലാണല്ലോ പാട്ട് പാടുന്നത്. സുബ്ഹാനല്ലാഹ്, സിനിമാ പാട്ടാണല്ലോ റബ്ബേ, അതാ കണ്ണു കുടിച്ചിട്ടാണല്ലോ പാട്ട് പാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് കേട്ടതായിരിക്കുന്ന വീട്ടിലേക്ക് ആ ഉമർ ഖത്താബ് തങ്ങൾ പോയപ്പോ, ആ ഉമർ ഖത്താബ് തങ്ങള് ആ കണ്ണുകൂടിയിലായിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, മോനെ നീ തെറ്റ് ചെയ്തല്ല മോനെ, നീ കണ്ടുകുടിച്ചല്ല മോനെ, നീ കണ്ടുകുടിച്ച് പാട്ട് പാടിയല്ല മോനെ, നീ സാഹിത്യങ്ങളെ കുറിച്ചത് പറഞ്ഞല്ല മോനെ, പണിക്കാരോട് പറഞ്ഞല്ല മോനെ എന്നതാ പറഞ്ഞപ്പോ ഉമർ ഖത്താബ് തങ്ങൾ തിരിച്ചു ഉമർ ഖത്താബിനോട് ആ കണ്ടുകുടിയായ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയുമോ മക്കളെ? ഉമറേ, നീ വലിയ ഭരണകർത്താവാണ്, നീ നീതിമാനാണ്, പക്ഷേ നീ നീതി ചെയ്തിട്ടില്ല കേട്ടോ. നീ ചെയ്തതെന്താ? എന്റെ സമ്മതമില്ലാതെയാണ് എന്റെ വളപ്പിൽ നീ കാല് കുത്തിയത് ഉമറേ. നീ എന്റെ അമീറാണ്, ഭൂമിനാണ്, നീതിമാനായ ഭരണകർത്താവാണ്, പക്ഷേ എന്റെ വളപ്പിൽ കാല് കുത്തുമ്പോ, എന്റെ വളപ്പിലേക്ക് നീ കടക്കുമ്പോ നീ എന്നോട് ചോദിച്ചില്ല ഉമറേ. അതുകൊണ്ട് ഉമറായി നീ ഖലീഫയായിരിക്കുന്ന നീ എന്നോട് പൊരുത്തം ചോദിക്കണേ ഉമറേ എന്ന് ആ കണ്ണുകൂടിനായിരിക്കുന്ന മനുഷ്യന് തിരിച്ചു ഉമർ ഖത്താബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിനെ സൂക്ഷിച്ച മക്കളെ, ചൊറിയേണ്ടവരോട് ചൊറിഞ്ഞ മക്കളെ, നാവിനുള്ള ശീലി വെക്കും കേട്ടോ, അടിത്തറ ഇളകി പോവും കേട്ടോ. നിങ്ങളുടെ നാശത്തിനുള്ള വിള നിങ്ങളായിട്ട് വിളയ്ക്കണ്ട കേട്ടോ എന്നുകൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ എന്റെ ഉമ്മമാരെന്റെ സഹോദരികള്, അല്ലാഹു മക്കൾക്ക് എല്ലാവർക്കുള്ള മനസ്സ് ഒന്നാക്കി തരട്ടെ, ബറക്കത്തുള്ള തരട്ടെ, ഖൈറുള്ള നൽകട്ടെ, തന്നവർക്കുള്ള ഗുണം കൊടുക്കട്ടെ, തരാൻ സാധിക്കാത്തവർക്കുള്ള ബറക്കത്ത് കൊടുക്കട്ടെ, വിഷമിക്കുന്നവരുടെ വിഷമല്ല മാറ്റട്ടെ, പ്രയാസങ്ങളല്ല നീക്കം ചെയ്യട്ടെ, രോഗങ്ങളല്ല ശിഫയാക്കട്ടെ. ആ മുഹമ്മദ് അലിക്ക് 2 മാസത്തമായി കട്ടുനടിക്കാത്ത പൊന്നുക്കയാണ്. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, മുഹമ്മദ് അലിക്ക നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, ഈ മദീസുകളുടെ കാല് ഒട്ടും കേട്ടോ എന്ന് പറഞ്ഞതാണ്. അല്ലാഹ് നീ സ്വീകരിച്ചു, എന്റെ പൗരല്ല കേട്ടോ. ആമീൻ പറയുമ്പോ നിങ്ങളുടെ പൗരാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചോ, കുരുത്തത്തോടെ ജീവിച്ചോ. മതിൽ കെട്ടിയത് കണ്ടിട്ട് കണ്ണു കടിച്ചിട്ട് കാര്യമില്ല, കട്ടിൽ വെച്ചിട്ട് കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ എങ്ങനെയാ ചെലവാക്കിയതെന്ന്
അറിയേണ്ടവർക്കൊക്കെ അറിയാൻ കേട്ടോ. അല്ല മരണം വരെയും മാന്തണ്ട രോഗം തരൂ. സോറിയാസിസ് നിങ്ങൾക്ക് തരാതുള്ള കാക്കട്ടെ. പൊരുത്തം ചോദിക്കേണ്ടതുള്ള പൊരുത്തപ്പെടിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. വിലക്കിയവരുള്ള വിലക്കട്ടെ. അടുക്കേണ്ട മനസ്സുള്ള അടുപ്പിക്കട്ടെ. യോജിക്കേണ്ട മനസ്സുള്ള യോജിപ്പിക്കട്ടെ. ഇവരും കാണിച്ച് ആര് മാറിന്നാലും അവരെ മനസ്സിലുള്ള വിളിമ കൊടുക്കട്ടെ. എന്നെ കുറിച്ചോ മജ്‌ലിസുൽ മദീനയെ കുറിച്ചോ ആര് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോടൊരു വൈരാഗ്യവും ഇല്ല കേട്ടോ. അങ്ങനത്തെ മനസ്സല്ല ഞങ്ങൾക്ക് തരാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ മനസ്സല്ല അങ്ങനെ ആക്കട്ടെ. ഞങ്ങളുടെ വായമക്കളുടെ മനസ്സങ്ങനെ ആക്കട്ടെ. ഞങ്ങളുടെ ഉപ്പമാരുടെ മനസ്സല്ല അങ്ങനെ ആക്കട്ടെ. ഈ ഇതിൽ വിളിച്ചതും അതേപോലെ ഏറ്റവും സൗണ്ടും നമുക്ക് ഒരുക്കി തന്നതായിരിക്കുന്ന സഹോദരനുണ്ട്. തൗഫീഖാൻ എന്ന സഹോദരന്റെ പേര്. ട്യൂമർ ബാധിച്ച പൊന്നു സഹോദരനാണ്. ഇതിന്ന് കിട്ടിയിരുന്ന ആ പൈസയാണ് മരുന്ന് മേടിക്കണം, കുടുംബത്തിന്റെ ചെലവ് നടക്കണം, കൂടെ നടക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, അവന്റെ രോഗം മാറ്റി കൊടുക്കട്ടെ. അങ്ങനത്തെ രോഗം നമുക്കൊരാൾക്ക് തരാതിരിക്കട്ടെ. അള്ളാഹു ഇനി ക്യാൻസർ തരല്ല റബ്ബേ, വെള്ളപ്പാണ്ട് രോഗം തരല്ല റബ്ബേ, കുഷ്ഠരോഗം തരല്ല റബ്ബേ, ഇടുപ്പിൽ തേയ്മാനം തരല്ല റബ്ബേ, കൈയും കാലും പൊക്കാൻ പറ്റാത്ത അവസ്ഥ വരുത്തല്ല റബ്ബേ, കാലും പൊഴിയേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ, തളർവാദം തരല്ല റബ്ബേ, ആമവാദം തരല്ല റബ്ബേ. റബ്ബിനോട് ചോദിക്കാം. നമ്മൾ ക്ഷമിച്ചിരിക്കുക. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. മജ്‌ലിസ് അല്ലാഹ് പൊരുത്തപ്പെടട്ടെ. തുടങ്ങുന്ന മജ്‌ലിസുകൾ അല്ലാഹ് ഖൈറാക്കി കൊടുക്കട്ടെ, ബറക്കത്താക്കി കൊടുക്കട്ടെ. നാവിന് അല്ലാഹ് കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉപ്പമാരരികിൽ ആര് വരുന്ന അല്ലാഹ് ഖൈർ കൊടുക്കട്ടെ. അവരെ നാവിന് അല്ലാഹ് കൊടുക്കട്ടെ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് അല്ലാഹ് ഖൈർ കൊടുക്കണേ. കൂടെയവർക്ക് അല്ലാഹ് ബറക്കത്ത് കൊടുക്കട്ടെ. ഇന്നിവിടെ ഖൈറായ സദസ്സിൽ വെച്ചുകൊണ്ട് വിവാഹം കഴിഞ്ഞതായിരിക്കുന്ന ഞങ്ങളുടെ പൊന്നു മക്കള്, പുതിയ എണ്ണങ്ങളുണ്ട്, പുതിയ ആപ്പിളാരുണ്ട്. അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. ദാമ്പത്യ ജീവിതം അല്ലാഹ് ഖൈറാക്കി കൊടുക്കട്ടെ. പെണ്ണ് കെട്ടാത്ത സയ്യിറിന്റെ പോലെ, സാഫിന്റെ പോലെ, നൗസാന്റെ പോലത്തോരുണ്ട്. ഖൈറായ പെണ്ണുങ്ങൾ അല്ലാഹു കൊടുക്കട്ടെ. നിലനിൽക്കുന്ന ജീവിതങ്ങളല്ല കൊടുക്കട്ടെ. ജീവിതമുള്ള പെണ്ണുകളെ കൊടുക്കട്ടെ. ആയിഷാഖു സഫീഖുള്ള ബറക്കത്തുള്ള മാപ്പിളാരെ കൊടുക്കട്ടെ. അതുപോലെ ഈ സദസ്സിൽ ആരൊക്കെ കല്യാണം കഴിയാതെ വിഷമിക്കുന്നുണ്ടോ, നല്ല ഇണകളുള്ള തുണയാക്കി കൊടുക്കട്ടെ. പെണ്ണ് കെട്ടാത്തവർക്ക് ഖൈറായ പെണ്ണുകളെന്ന് കൊടുക്കട്ടെ. പഠിക്കുന്ന പൊന്നുമക്കൾ അല്ലാഹുവർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ. നല്ല ഹിഫ്ള് കൊടുക്കട്ടെ. ആലിമീങ്ങളാക്കട്ടെ, ആഫിലീങ്ങളാകട്ടെ. നാടിന് ഉപകാരം ചെയ്യുന്നവരാക്കട്ടെ, നാട്ടിന് ഉപകാരം ചെയ്യുന്നവരാക്കട്ടെ. നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റാതിരിക്കട്ടെ. കണ്ടില്ലേ, ഒരു മുസ്ലിമായിരിക്കുന്ന എന്റെ വീടാണ്, മജ്‌ലിസുൽ മദീന എന്നറിയപ്പെടുന്ന വീടാണ്. എത്ര ഹിന്ദു സഹോദരങ്ങളായി മജ്‌ലിസിൽ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളത്, എത്രയാ കുടുംബങ്ങളായി മജ്‌ലിസുൽ മദീനയിൽ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. മുസ്ലിമായ നമുക്ക് മാത്രം ആ സമയം ഒഴുകുമ്പോ ചുറുചുറുപ്പ്, കുറുമുറുപ്പ്. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ മാസം മെയ് 11 ഇവിടെ മഴയോട് മഴയാ. ഇന്ന് നല്ലൊരു മഴ പെയ്യുന്ന ജൂൺ മാസത്തിൽ മഴയില്ല കേട്ടോ. അള്ള തന്നതാണോ അതിനൊക്കെ ബറക്കത്ത്, റബ്ബാനോ അതിനൊക്കെ വഴിവെക്കുന്നത് ഷാഫി തങ്ങളല്ല കേട്ടോ. എന്റെ കൂടെ നടക്കുന്നവരുടെ പൗരല്ല, നിങ്ങളുടെ പൗര കൊണ്ട മെയ് 11 പെയ്യാത്ത മഴയാണ്. സുബ്ഹാനല്ലാഹ്, പോരാത്ത മഴ ഈ മജ്‌ലിസിൽ പെയ്തത് അള്ളാന്റെ റഹ്മത്താണ്, അള്ളാന്റെ ബറക്കത്താണ്. മഴ പെയ്യുന്നവർ പേടിച്ചുകൊണ്ട് ഈ വലിയ പന്തലതാ കാജാന നിർബന്ധമുണ്ടിട്ടു. പക്ഷേ കാശ് കൊടുക്കാൻ എന്റെ കയ്യിലില്ല. കൊടുക്കട്ടെ, അല്ലാഹ് ബറക്കത്ത് കൊടുക്കട്ടെ. അള്ളാന്റെ തൗഫീഖോടെ ഇനിയും ഇതിനേക്കാൾ വലിയ പന്തലുണ്ടാക്കിയിട്ട് അതാ കുറെ മക്കൾ ഇറക്കി കൊടുക്കാന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് അല്ലാഹ് ഖൈർ കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ. നാട്ടിൽ ഫിത്ന വരുത്താതിരിക്കട്ടെ, രാഷ്ട്രീയ കലാപങ്ങൾ വരുത്താതിരിക്കട്ടെ, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കലാപങ്ങൾ വരുത്താതിരിക്കട്ടെ, വർഗീയ ചേരിപ്പിന് വരുത്താതിരിക്കട്ടെ. 10 വയസ്സുള്ള പൊന്നുമോളെയാ സ്വന്തം പാപ്പ അതാ ബലാത്സംഗം ചെയ്തെന്ന് കേട്ടത് റബ്ബേ. ഞങ്ങൾക്കൊണ്ട് പൊന്നുമക്കൾ റബ്ബേ, പ്രായം തികഞ്ഞവരുണ്ട് റബ്ബേ. 20-21 വയസ്സുള്ള പൊന്നുമക്കൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കല്യാണം കഴിക്കും മക്കളെ എന്ന് പറയുമ്പോൾ വേണ്ടപ്പാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തള്ളിക്കളയുകയാണ് റബ്ബേ. എട്ടും പൊട്ടും തിരിയാത്ത 10 വയസ്സുള്ള പൊന്നുമോളെ സ്വന്തം പിതാവ് ഗർഭവതിയാക്കിയപ്പോ എന്തൊരു അത്ഭുതമാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളോ ഞങ്ങളോടമായി അവരെ മുഖത്ത് നോക്കുമ്പോ ഞങ്ങളുടെ കൽബിൽ പേടിയുണ്ട്, കൂടെ നടക്കുമ്പോ പേടിയുണ്ട്, കൂടെ കെടുക്കുമ്പോ പേടിയുണ്ട്. ഇപ്പോഴും 10 വയസ്സായ എന്നാൽ ആ ചെറിയ മക്കളെ പോലെ
മക്കളെയാണ്. വാപ്പകൾക്കും വാപ്പാന നെഞ്ഞത്ത് കയറി കിടക്കുന്ന കുഞ്ഞുമക്കളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണടയിൽ മുമ്പായിക്കൊണ്ട് അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നീ ഞങ്ങൾക്കും അവർക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അതുപോലെ തന്നെ എല്ലാവർക്കും ഖൈർ കൊടുക്കണേ റബ്ബേ. നമ്മുടെ ഇതര സമുദായത്തിൽപ്പെട്ട ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ എപ്പോഴും നമുക്ക് വേണ്ടി സഹായിക്കുന്നവനാ. ഹിന്ദുവാണ് മക്കളെ, അവർ മുസ്ലിമല്ല മക്കളെ. ഏത് സമയം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പൊന്നുമോനാ. എപ്പോഴും അവന് കിട്ടിയാൽ അതിലൊരു ഓഹരി നമ്മളെ മക്കൾക്ക് വേണ്ടി സഹായിക്കുന്നവനാ. കെടുക്കട്ടെ അവർക്ക് നല്ലൊരു പെണ്ണ്, കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു പെണ്ണിനെ എത്രയും പെട്ടെന്ന് അവർക്ക് കൊടുക്കട്ടെ റബ്ബേ. ബാബുവിന്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾക്കൊക്കെ കൂടാനും തൗഫീഖ് തരണേ റബ്ബേ. അത് വിളിക്കാനുള്ള മനസ്സ് അവർക്ക് കൊടുക്കണേ റബ്ബേ. പഠിച്ചവരെ 2.5 കൊല്ലത്തോളമായിട്ട് പൊന്നുമ്മാനെ കാണാൻ പറ്റാതെ കാസിം അതാ സൗദിയിലാണ് റബ്ബേ. ഉമ്മ കരഞ്ഞ് കണ്ണ് കലങ്ങിപ്പോയി റബ്ബേ. ഭാര്യ കരഞ്ഞ് അതാ വേദനിക്കുന്നു റബ്ബേ. ഇന്ന് വരും നാളെ വരും അടുത്ത മാസം വരുന്ന് പറഞ്ഞുകൊണ്ട് സാജി ഉമ്മയും അതാ കരഞ്ഞ് സന്തോഷിക്കുമ്പോ അവന്റെ മയ്യത്തടക്കം ഞങ്ങളോട് ബന്ധമുള്ളവരുടെ മയ്യത്തും വെട്ടി സ്വീകരിക്കുന്ന വീടുകളാക്കിയിട്ട് ഞങ്ങളുടെ വീടുകളെ മാറ്റല്ലേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ സ്വഭാവങ്ങളടക്കം പലവരും 6 അടി മണ്ണിലാണ് റബ്ബേ. ഞങ്ങളുടെ വല്യപ്പാര് ഖബറില, ഞങ്ങളുടെ വല്യമ്മ ഖബറില. ആ വല്യമ്മ ജീവിച്ചിരിക്കുമ്പോ എപ്പ എന്റെ തറവാട്ടിൽ വന്നാലും മോനെ എനിക്ക് വെച്ചില് വേണോ, എനിക്കതാത് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് മാത്രം പറയുന്ന പൊന്നു വല്യമ്മ ഇന്ന് ഖബറിലാണ് റബ്ബേ. എനിക്ക് വല്ലാത്തൊരു ഭാഗ്യം അല്ലാഹ് തന്നു.